Ephesians chapter 5 verse number 14, once again I will read, awake O sleeper and arise from the dead and Christ will shine on you. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Wake up sleeper, rise from the dead, then Christ will shine on you. എഫീസ്യ ലേഖനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണല്ലോ. This is a blessed letter. എഫീസ്യ ലേഖനം നമുക്കറിയാം, റോമൻ കാരാഗ്രഹത്തിൽ പൗലോസ് ഇരിക്കുമ്പോൾ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എഫീസ്യ ലേഖനം. This was written by Paul while he was imprisoned at the prison of Rome. ആഴമേറിയ ആത്മീയ സത്യങ്ങൾ ഈ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. There are a lot of hidden truths that are hidden in this letter. ഈ സഭയെക്കുറിച്ചുള്ള the qualities of this churchനെ കുറിച്ച് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ചില വിശദീകരണങ്ങളും പൗലോസ് നൽകുന്നുണ്ട്. Paul is explaining us what are the qualities that this church possesses in chapter 1. എഫേസ്യ ലേഖനം 1:15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവും യേശുക്രിസ്തുവിന്റെ ദൈവം മഹത്വമുള്ള പിതാവുമായവൻ പിന്നെ സ്തോത്രം ഒരു വലിയ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. There in the chapter 1 we can see that Paul is praying about this church and he is clearly revealing us that he remembers this church in his prayers. അത് അങ്ങനെ ഓർക്കാനുള്ള രണ്ട് കാരണമാണ് അവിടെ പറയുന്നത്. കാര്യം ഇവർക്ക് ഉള്ള യേശുവിലുള്ള വിശ്വാസവും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹവും. The reason for remembering in his prayers are two. The first reason is the faith that they have towards Jesus, and also the faith and also the love that they have towards their brethren. എഫേസ്യ സഭ രൂപപ്പെട്ടത് പൗലോസിനാലാണ്. This church was established by Paul. ചില ആഴ്ചകൾക്ക് മുൻപ് ഞാൻ അതിന്റെ പശ്ചാത്തലം അപ്പോസ്തല പ്രവൃത്തി 18-19 അധ്യായങ്ങളിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. I have given you a context about this church few weeks ago through Acts chapter 18 and 19. സെക്കൻഡ് മിഷണറി യാത്രയിൽ പൗലോസ് ഈ ദേശത്ത് ചെല്ലുകയും ഇവിടെ ഈ സഭ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അക്വിലാസിനെ പ്രിസ്കില്ലയും ഈ സഭ ഏൽപ്പിച്ചിട്ട് താൻ മടങ്ങിപ്പോയത് നമുക്ക് 18 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. When Paul was on his second missionary journey, he went to this place and he appointed Aquilus and Priscilla to take care of this church. 19 അധ്യായത്തിൽ നമുക്ക് കാണുമ്പോൾ തുറന്നോസിന്റെ പാഠശാലയിൽ താൻ വചനം പഠിപ്പിക്കുകയും 3 വർഷം അവരോട് സംവാദിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും ഈ സഭയെ അവിടെ ഉറപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. When we look into Acts chapter 19, we can see that Paul has performed miracles in this place and he also taught them about the word of God. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഈ ദേശത്ത് AD 52 രൂപപ്പെടുവാനിടയായി തീർന്നു. So around AD 52 this church was established in that place. എന്നാൽ 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ താൻ റോമൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ, but after 10 years when Paul was imprisoned, ഈ സഭയെക്കുറിച്ച് താൻ അറിഞ്ഞത് പ്രകാരം അവർക്ക് ഒരു ലേഖനം എഴുതുകയാണ്. he got to know something about this church and he is writing a letter. ഈ ലേഖനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒത്തിരി ആത്മീയ മർമ്മങ്ങൾ, ആത്മീയ സത്യങ്ങളാണ് പറയുന്നത്. There are many hidden truths that are hidden in this letter. എന്നാൽ ഇന്ന് രാവിലെ നാം വായിച്ച വാക്യം 14 വാക്യം ഈ സഭയ്ക്ക് ഒരു വാർണിംഗ് ആണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. But the verse that we read this morning, this is a warning that Paul is giving to this church. പൗലോസ് ഈ സഭയോട് പറയുകയാണ്, ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. He is warning them, wake up sleeper, rise from the dead. ഉറങ്ങുന്ന ഒരു സഭയായിട്ട് പൗലോസ് ഈ സഭയെ കണ്ടു. After 10 years Paul is seeing that this church is in a sleep mode. വിശ്വാസമുള്ള സഭയാണ്, സ്നേഹമുള്ള സഭയാണ്, സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഈ സഭയ്ക്ക് ഇപ്പോൾ ഒരു വിഷയം വന്നിട്ടുണ്ട്. സഭ ഒരു ഉറക്കത്തിലാണ്. This church was established on love, this church was established on faith, but now when Paul sees this church, he is seeing that they are in a sleep mode. ഇത് എന്തുകൊണ്ടാണ് ഈ സഭ ഉറങ്ങുവാൻ ഉണ്ടായ കാരണം? What's the reason for this? ഈ സഭ ഉറങ്ങുന്ന, അവിടെ തന്നെ പറയുന്ന മറ്റൊരു പദം കൂടി ഉണ്ട്, ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. Here the Paul is saying that wake up sleeper, rise from the dead. അപ്പോൾ മരിച്ചവരും
ഉറങ്ങുന്നവരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. That means a person who is in a sleep mode and the person who is dead. So there is a connection between these two people. എന്താ ബന്ധം? What's the connection that they both share in common? എന്ത് ലിജി സിസ്റ്ററെ, ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിലുള്ള ബന്ധം എന്തുവാ? രണ്ടുപേരും മൗനമായിരിക്കും, രണ്ടുപേരും കണ്ണടച്ചായിരിക്കുന്നത്, കണ്ണടച്ച് കിടക്കുക. രണ്ടുപേരും കിടപ്പിലാണ്. അപ്പം ഒന്നാമത്തെ ഇവിടുത്തെ ഇവർ തമ്മിലുള്ള ബന്ധം രണ്ടും കിടപ്പ. So the similarity between these two people are they both are lying. ഉറങ്ങുന്ന മരിച്ചവന് ജീവനില്ല, അവന് ജീവിതകാലം മുഴുവനും കിടക്കാൻ പോവാ. So the person who is alive while he sleeps, he is planning to sleep forever. എന്നാൽ ഉറങ്ങുന്നവന് ജീവനുണ്ട്, പക്ഷേ അവനും കിടപ്പ. അതുകൊണ്ട് അവനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതൊന്നും പുറത്തു വരുന്നില്ല. So if a person is dead, he is lying there because he cannot live again. But the person who is alive, God wants to do something through his life, but he is not ready to take that. He wants to rest. ഈ പുസ്തകത്തിൽ തന്നെ പൗലോസിന്റെ ലേഖനമൊക്കെ വളരെ ഭയങ്കര ആഴമേറിയ അർത്ഥങ്ങൾ, ഒത്തിരി ഓരോ പദങ്ങൾക്കും ഭയങ്കര അർത്ഥമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ മരിച്ച ഒരു സ്റ്റോറി അവിടെ പറയുന്നുണ്ട്. So the letters written by Paul are very in depth indeed, because chapter 2 1-2 വാക്യങ്ങളിൽ പറയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും സ്തോത്രം മരിച്ചവരായിരുന്നു. Chapter 2 verse 1 it says that we were dead in our transgressions and sins. അപ്പോൾ മരിച്ച അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുകയാണ്. മരിച്ചതുകൊണ്ട് ഈ ലോകത്തിന്റെ കാലഗതി, ആകാശത്തിന്റെ അധികാരം, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെയും അനുസരിച്ച് നടക്കുകയായിരുന്നു മരിച്ച അവസ്ഥയിൽ. So we were dead in our transgressions and sins, and we were following the ways of world and the ruler of the kingdom of this world. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മാത്രമല്ല ജഡമോഹങ്ങളാൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ കോപത്തിന്റെ മക്കളായിരുന്നു മരിച്ച സമയത്ത്. And verse 3 says that we also lived among them, gratifying the cravings of our flesh and following the desires and thoughts like the rest. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാദയ കൊണ്ട്, മഹാസ്നേഹം കൊണ്ട് അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ നമ്മെ രക്ഷിക്കപ്പെടുത്തുകയും ചെയ്തു. But chapter 2 verse 4 it says that, but because of his great love for us, God who is rich in mercy made us alive with Christ even when we were dead in transgression. ആണെങ്കിൽ എഫേസ്യ സഭ ഒരു കാലത്ത് മരിച്ച സഭയായിരുന്നു. So here Paul is clearly explaining us that the church at Ephesus was once dead. എന്നാൽ ഈ മരിച്ചവരെ സ്തോത്രം ഉണർത്തി ഒരു സ്തോത്രം വീണ്ടും ജനനം അവരുടെ മേൽ നൽകപ്പെട്ട് സ്തോത്രം ഒരു സഭയായി ഇവർ രൂപപ്പെടുവാനിടയായി തീർന്നു. But Paul is clearly, evidently explaining that they were once dead, but through the mercy of God they were brought back to life again. ലോകത്തിലെ മനുഷ്യർ മുഴുവൻ മരിച്ചവരാണ്. In the same way, the people of this world, we all are dead in our sins. ആദാമ്യ പാപം നിമിത്തം ലോകത്തിലെ സകല ജനവും മരിച്ചിരിക്കുകയാണ്. Through the sin committed by Adam and Eve, from then every human being of this world are dead under sin. എന്നാൽ മരിച്ച ലോകത്തിലെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി പാപമരണമായി തീർന്നു. But to rise human beings from that particular situation, here we see that Jesus Christ came into this world, who gave us life to give us life in our mortal bodies. Praise the Lord. അങ്ങനെ ജീവൻ പ്രാപിച്ച ഒരു സഭയാണ് എഫെസോസിലുള്ള സഭ. So this is the speciality of this church. They were once dead but brought back to life again. Praise the Lord. ജീവൻ അകത്തുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് ഞാൻ അടുത്ത നിമിഷങ്ങളിൽ പറയാം. So if you have life within you, what's the speciality? I'll discuss it later. എന്നാൽ ഇവർ മരിച്ചു എന്നതിന്റെ ലക്ഷണം എന്താണ്? Now let us understand what are the reasons why this church is called as a dead church. ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ സഭ മരിച്ചതിന്റെ ലക്ഷണം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. Chapter 4 verse 17 says what are the reasons, what is the cause for their death.
ആ വാക്യങ്ങൾ എല്ലാം എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അത് മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. 18ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയക്കാടിന്റെ നിമിത്തം ദൈവത്തിന്റെ ജീവൻ അകന്ന് തഴമ്പിച്ചു പോയവർ. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സ്തോത്രം 24ാമത്തെ വാക്യം പറയാ, പുതുക്കം പ്രാപിച്ച് നിങ്ങളുടെ ഉള്ളിന്റെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളണം. So verse 18 to 20, there we can see what are the reasons for the death, for the spiritual death of this church. ഈ സഭ മരിച്ചതിന്റെ 2-3 ലക്ഷണങ്ങൾ 25ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭോഷ്ക് ഉപേക്ഷിക്കണം. There verse 25 says that you must put off falsehood. യെസ്. അതിനുശേഷം വീണ്ടും പറയുകയാണ്, കേൾക്കുന്നു. 29ാമത്തെ വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനക്കല്ലാതെ നല്ല വാക്കല്ലാതെ ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. And then verse number 29 it says that do not let any unwholesome talk come out of your mouths. 30ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. And verse number 30 says that do not grieve the Holy Spirit of God. 31ാമത്തെ വാക്യം പറയുന്നു, കയ്പും കോപവും ക്രോധവും കുറ്റാരോപണവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. And verse 31 says, get rid of all bitterness, rage and anger, brawling and slander, along with every form of malice. 5ാമത്തെ അധ്യായത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. 3ാമത്തെ വാക്യത്തിൽ ദുർനടപ്പ്, അതിന്റെ യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. And it continues in chapter 5 verse 3, there must not be even a hint of sexual immorality. Verse number 4 പറയുന്നു, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചർച്ചയില്ലാത്തവ ഒന്നും അരുത്. Verse number 4 says that nor should there be obscenity, foolish talk or coarse joking. എന്നിട്ട് വേഴ്സ് 7 പറയുന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. And then verse 7 says that do not be partners with them. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. Now verse number 8 says that for you were once darkness, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. but now you are light in the Lord. അങ്ങനെയാണെങ്കിൽ ഈ എഫേസ്യ സഭ വീണ്ടും ജന്മം പ്രാപിച്ച സഭയാണെങ്കിലും ഇപ്പോൾ ഇരുളിന്റെ സ്വഭാവത്തിൽ ഈ സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. Although they were once in darkness and brought back to light again, now they are experiencing the same darkness that they were in once. അങ്ങനെയാണെങ്കിൽ 4:17 മുതൽ ഇപ്പോൾ വായിച്ച 5ാം അധ്യായം വരെ സ്തോത്രം ഇരുളൊരുവന്റെ മേൽ വന്നാൽ സംഭവിക്കുന്നതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. So if darkness comes into our lives, what all things will take place. So that is mentioned in chapter 4 verse 17 to chapter 5 verse 7. എന്നിട്ട് പൗലോസ് പറയുകയാണ്, സ്തോത്ര, നിങ്ങൾ വേഴ്സ് നമ്പർ 11 പറയാണ്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകരുത്. And then Paul says in chapter 5 verse 11, have nothing to do with the fruitless deeds of darkness. Praise the Lord. അതിട്ടാണ് പൗലോസ് പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. And that is why Paul is saying here, wake up sleeper, rise from the dead. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. And it continues, Christ will shine on you. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം, മരിച്ചവനും ഉറങ്ങുന്നവനും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. So now here we can see that the people who are in a sleep mode and the people who are in dead, they both have a thing in common. നാച്ചുറൽ ഡെത്തിലെ സ്തോത്രം മരിച്ചവൻ ഒന്നും ചെയ്യാതെ അവൻ മരിച്ച മൃതാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ, ആത്മീയമായി മരിച്ചവൻ സ്തോത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞ അവസ്ഥകളെല്ലാം അവന്റെ ജീവിതത്തിന്റെ പ്രവൃത്തിയിൽ അവൻ ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. So Paul is clearly explaining to them that your spiritual being is similar to the person who is mortally dead in this world. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിൽ സ്തോത്രം വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ജഡത്തിന്റെ സ്വഭാവത്തിന്റെ മുഴുവൻ സവിശേഷതകളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി രൂപപ്പെടുകയാണ്. So the person who is sleeping and the person who is dead, they share commonality, that is they both are in a rest mode. Praise the Lord. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. But Paul is saying that you're not called to sleep, instead rise from the dead. എന്താണ് അതിന്റെ അർത്ഥം? What is the meaning of that?
സ്തോത്ര, നിങ്ങൾക്ക് വീണ്ടും ജനനം അകത്ത് ലഭിച്ചതെങ്കിലും ഇപ്പോൾ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ മരിച്ച അവസ്ഥയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Although you were once in darkness, you were brought back to light now, but still you hold on to the behaviors, you hold on to the practices of the darkness within you. എന്നാൽ അതിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങളിൽ സംഭവിക്കുന്ന കാര്യവും പൗലോസ് പറയാണ്, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. But if you decide to step out of that, what would be the result? Paul says that Christ will shine on you. The Christ will shine on you. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Christ will shine on you. Praise the Lord. സ്തോത്രം. ഈ പ്രകാശിക്കുക എന്ന അതിന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുമായിട്ട് മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്. ആത്മീയ അന്ധത നമ്മുടെ പ്രകാശത്തെ മറച്ചു പിടിക്കുവാനിടയായി തീരും. The spiritual blindness, if you are spiritually blinded, you might not see the glory of Christ in your life. ഒന്നാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആ പ്രാർത്ഥന പറയുമ്പോൾ ഒരു പദം പറയുന്നത് 17ാമത്തെ വാക്യത്തിലുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുക. Here in chapter 1 verse 17, when Paul is praying for this church, he says that let the eyes of your heart be opened. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പലതും സംഭവിക്കുവാനിടയായി തീരും. Let the eyes of your heart may be enlightened. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ സ്തോത്ര, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. So there it says that verse number 18, it says that when your eyes are enlightened, you will know the hope to which he has called you. എന്നെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. So when your heart is enlightened, you will be having a clear wisdom from God. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ the hope of your calling, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. So when your heart is enlightened, you will understand the hope of your calling. ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടാൽ സ്തോത്ര, അടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, അവന്റെ സ്തോത്ര, അവന്റെ ശക്തി, അവന്റെ സ്തോത്രം ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ greatness of his power തിരിച്ചറിയുവാൻ നമ്മെ പ്രാപ്തരാക്കും. So when our hearts are enlightened, Paul says that you will be able to witness the uncomparable great power of the Holy Spirit within us. Praise the Lord. Praise the Lord. ഞാൻ പറയുന്ന ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. Hope you're able to follow me. പൗലോസ് പറയുന്ന അല്പാഴമേറിയ ആത്മീയ സത്യമാണ്. Paul is revealing us a hidden truth here. ഉറങ്ങുന്ന ഒരു മനുഷ്യന് അവനെ കുറിച്ചുള്ള വിളി അറിയത്തില്ല. A person who is sleeping, he doesn't know what is happening around, what is the call that he has. ഉറങ്ങുന്ന ഒരു മനുഷ്യന് ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവന് ലഭിക്കില്ല. A person who is sleeping may not realize who his God is. ഉറങ്ങുന്ന ഒരു മനുഷ്യന് the greatness of his power തിരിച്ചറിയുവാൻ കഴിയത്തില്ല. So a person who is sleeping might not understand the glorious power that God has given in him. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഈ ദൈവിക നിയോഗം, ദൈവിക പദ്ധതി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. And this is why Paul says that if you wake up from your sleep, then you will be able to realize the incomparable power of God. എത്ര പേര് ഇന്ന് രാവിലെ ഈ ചിന്ത മനസ്സിലാക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. How many of you are able to follow this? If you're able to follow this, start praising God. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, സ്തോത്രം, ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുക. In Corinthians, Paul says that the ruler of this world has blinded the people who are here. അപ്പം കണ്ണ് കുരുടായി തീർന്നാൽ ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതൊന്നും കാണുവാൻ കഴിയത്തില്ല. If a man loses his spiritual side, so he won't understand what God is desiring from his life. അതുപോലെ തന്നെ ഉറങ്ങുന്ന ഒരു വ്യക്തി കണ്ണ് കുരുടായ അവസ്ഥയേക്കാൾ അവന് വ്യത്യാസമില്ല. A person who is sleeping is very, very similar to a person who is blind.
ഇവനൊന്ന് എണ്ണേറ്റിട്ട് വേണ്ടേ ഇവന്റെ കണ്ണ് തുറന്ന് ഇതൊക്കെ കാണാൻ. Because until and unless he wakes up, he won't be able to see what is happening around. കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നും കാണുവാൻ അവന്റെ കണ്ണിന് കഴിയത്തില്ല. So when a person is sleeping with his eyes closed, he will not be able to see what is happening around and what his God is expecting from him. പൗലോസ് ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്നാണ് നിങ്ങളെ സ്തോത്രം വിടുവിച്ച് പുറത്തെടുത്തതെങ്കിൽ വീണ്ടും നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ കിടന്ന് വീണ്ടും ഉറങ്ങരുത്. സ്തോത്രം, അതിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റാൽ ക്രിസ്തുവിന്റെ പ്രകാശനം നിങ്ങളിൽ എഫെസോസ് പട്ടണത്തിൽ പ്രകാശിക്കപ്പെടുവാനിടയായി തീരും. Here Paul is giving a great reminder to this church that if you are called out of the darkness, then don't go back to the darkness again. Don't sleep with the dead. Instead, come out of the darkness. Then you will be able to see the glorious vision that the God has entrusted on you. Praise the Lord. Praise the Lord. Praise the Lord. അങ്ങനെ കണ്ണ് പ്രകാശിക്കപ്പെട്ട് ഉണർന്നാൽ എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ? So if we are enlightened, then what are the benefits that we can get through this? കാര്യം കൂടെ സ്തോത്രം ഈ പുസ്തകത്തിന്റെ വെളിയിൽ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. I want to give two three points out of this epistle. പൗലോസ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പദമുണ്ട്. 6-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Hebrews chapter 6 verse 4. ഓക്കെ, അപ്പോൾ ഇത് പിന്മാറി പോകുക എന്ന് പറഞ്ഞാൽ So എന്തുവാണ്? Here it says that they have backslided. What does it mean? What does it mean by backsliding? Backsliding എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന അവസ്ഥ. So it means that you are going back to the same old life, that is to the darkness again. മരിച്ചതും ഉറങ്ങിയതും ഒരുപോലെ തന്നെയാ. So here you are similar to a person who is dead. അപ്പോൾ നിങ്ങൾ അങ്ങനെ ബാക്ക് സ്ലൈഡ് ചെയ്താൽ, ഉറങ്ങിപ്പോയാൽ 4 കാര്യങ്ങൾ ഉണർന്നവന് ലഭിക്കും, അവിടെ വെളിപ്പെടുമെന്ന് പറഞ്ഞു ഇപ്പോൾ കർത്തദാസി വായിക്കുവാനിടയായി തീർന്നു. Here we can see that if you're enlightened, if your heart is enlightened, you will receive few things. എന്താണ് 6-ന്റെ 4-ാമത്തെ വാക്യം? Chapter 6 verse 4. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചു. So here it says that they have tasted the heavenly gift. അപ്പോൾ പ്രകാശനം ഒരുവന്റെ മേൽ വന്നാൽ ലഭിക്കുന്ന ഒന്ന്, the taste of heaven. When your heart is enlightened, the first benefit that you get is you will be able to taste the gift, heavenly gift. The taste of heaven. സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ആ വലിയ ആസ്വാദനം. You will be able to taste the gift of heaven. Yes, അടുത്ത് പറയുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. And then the verse continues. It says that they have shared in the Holy Spirit. Yes, പരിശുദ്ധാത്മാവിനെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ the baptism of the Holy Spirit experience അവന് അനുഭവിക്കുവാൻ കഴിയുകയാണ്. So the second benefit that you get is you will be able to witness and experience the Holy Spirit. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു the taste of the word of God. അഞ്ചാം വാക്യത്തിൽ പറയുന്നു ദൈവവചനത്തിന്റെ ആ ഒരു രുചി. 5-ാമത്തെ അടുത്ത പദം പറയുന്നു ഇനിയും മാത്രമല്ല വരുവാനുള്ള ലോകത്തിന് ശക്തി. അങ്ങനെയാണെങ്കിൽ വരുവാനുള്ള ലോകം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് ശക്തി. And the fourth but not least, it says that they have tasted the powers of the ages to come. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. Amen. ഉണർന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ, if a person is awakened, ഏറ്റവും കുറഞ്ഞത് മിനിമം ഓർഡിനറി ആയിട്ട് അവന് ലഭിക്കുന്ന 4 അനുഭവമുണ്ട്. So he will be witnessing 4 experiences in his life. The taste of heaven അവന് അനുഭവഭേദ്യമായി തീരും. The first experience that he gets is the taste of heaven. 2 പരിശുദ്ധാത്മാവിനെ അവന് അനുഭവഭേദ്യമായി തീരും. The second benefit that he gets is he will be able to witness the power of Holy Spirit. 3 വചനത്തിന്റെ ടേസ്റ്റ് അവന് അനുഭവഭേദ്യമായി തീരും. And the third benefit is he will be able to witness the taste of word of God. 4 ദൈവരാജ്യത്തിന്റെ ശക്തി അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുവാൻ കഴിയും. And the fourth benefit is he will be able to witness the power of the ages to come. അപ്പോൾ മനസ്സിലായോ പൗലോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉണരണമെന്ന് പറഞ്ഞത്? So now you might understand why Paul is emphasizing on come back to light again. ഇത് നിങ്ങളുടെ ജീവിതത്തിന് അനുഭവമായി തീരുവാൻ നിങ്ങൾ ഉണരണം. Because if you want to experience these 4 things, you must step out of the darkness. മാത്രമല്ല
ഉണർന്നാൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും. അതുകൂടെ പറഞ്ഞ് അങ്ങ് നിർത്തിയേക്കുക. ദാനിയേൽ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദാനിയേൽ 12:3. ദാനിയേൽ ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 3. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭുപോലെയും ആ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. Praise the Lord. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം പറയുകയാണ്. എന്താ സംഭവിക്കുന്നത്? ബുദ്ധിമാന്മാർ ആകാശത്തിലെ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. So now, what is the benefit when your heart is enlightened? The benefit is that you will be able to shine like the wise man. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിച്ചാൽ സംഭവിക്കുന്ന ലളിതമായ കാര്യം, നിങ്ങൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കും. So the benefit that you get is you will be able to attract believers to Christ. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കപ്പെട്ടാൽ, So if Christ is shining on you, ഉണർന്ന ഒരു ദൈവ പൈതൽ ക്രിസ്തു അവന്റെ മേൽ പ്രകാശിക്കപ്പെട്ടാൽ, if Christ is shining on you, സമൂഹത്തിൽ സ്തോത്ര മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി സ്വാധീനിക്കുന്നവരായി നാം മാറ്റപ്പെടും. you will be able to draw people towards the light of Christ. ദൈവത്തിന്റെ മഹത്വത്തെ ഈ ലോകത്തിന് വിളംബരം ചെയ്യുന്നവരായി നാം മാറ്റപ്പെടും. You will be able to spread out the glory of God. ദൈവരാജ്യത്തിന്റെ ശക്തി ഈ ദേശത്ത് വെളിപ്പെടുന്നവരായി നാം തീരും. We will be able to share the gospel and also the power of God. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇപ്രകാരം അവസാനിപ്പിക്കുകയാണ്. Let me conclude my words. സ്തോത്രം. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. Here Paul is emphasizing on wake up sleeper, rise from the dead, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. and Christ will shine on you. ഈ ആഴ്ച തന്നെ സ്തോത്രം നമ്മൾ വളരെ ദുഃഖത്തോടെ കേട്ട ന്യൂസാണ് ചാർലി കിർക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത്. This week we heard a sad news that Charlie Kirk is no more. 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവദാസൻ സ്തോത്രം തന്റെ ശുശ്രൂഷകൾ കോളേജ് ക്യാമ്പസിലും അനേകരെ അമേരിക്കയിൽ സ്വാധീനിക്കുവാൻ, വചനത്തിലേക്ക് അനേകരെ മടക്കിക്കൊണ്ടുവരുവാൻ തന്റെ ശുശ്രൂഷ കൊണ്ട് ഈ ചെറിയ കാലഘട്ടത്തിൽ കഴിഞ്ഞു. He is just around 32 years old, and through his ministry he was able to pull many people towards the light of Christ. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മേൽ ക്രിസ്തു പ്രകാശിച്ചു. And the reason why he was able to do that is because he had Christ in him, and the light of Christ was shining on him. എന്നാൽ പലപ്പോഴും ഈ ചെറുപ്രായത്തിൽ താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ എന്ന് നമുക്കൊക്കെ ഇതൊരു വേദനയായിട്ട് നമുക്കൊക്കെ തോന്നാറുണ്ട്. Today it might be a sad news for us to see that he is no more. എന്നാൽ full life is not a long life, but rather it is a complete life. So you will be able to get the fullness of your life only when you fulfill the purpose of God. Yes, praise the Lord. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രകാശിപ്പിക്കുവാൻ. So let us continue to enlighten our hearts and spread the light that Christ has given in us. ആ ജീവിതത്തിന്റെ പേരാണ് ഫുൾ ലൈഫ്. And that life is called as the full life. ആ ജീവിതത്തിന് ആ ലൈഫിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. And God is calling us for that life. ഒത്തിരി വർഷം ഈ ഭൂമി ജീവിച്ചിട്ട് ഒരാളോട് പോലും സ്തോത്രം സുവിശേഷം പറയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം നമ്മെ പോലെ ഹതഭാഗ്യര് ഈ ഭൂമിയിൽ മറ്റാരുമില്ല. If you live for long but you were unable to save even a single soul for the kingdom of God, then you did not achieve anything great in your life. ഒത്തിരി വർഷം ജീവിച്ചിട്ട് ഒരുവരിനെ പോലും കർത്താവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, if you live for long, പ്രകാശനം നമ്മളിലൂടെ വെളിപ്പെട്ടില്ലെങ്കിൽ, കർത്താവിനെ നമ്മിൽ കൂടെ ആരും അനുഭവിച്ചില്ലെങ്കിൽ സ്തോത്രം നമ്മൾ വളരെ നിർഭാഗ്യന്മാരും അരിഷ്ടന്മാരുമാണ്. If you live for long but you are unable to attract any soul towards the kingdom of God, then you are very unfortunate. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് സ്തോത്രം മരിച്ചവരുടെ നിന്ന് എഴുന്നേറ്റാൽ. But today the word of God says that if you rise from the dead, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
Christ will shine on you. The Christ will shine on you. ക്രിസ്തു നമ്മുടെ മേൽ എഴുന്നേറ്റ് പ്രകാശിക്കും. പ്രകാശിക്കുക. Rise and നിന്റെ shine. പ്രകാശം വന്നിരിക്കുന്നു. Your light is near. യഹോവയുടെ തേജസ്സും The glory of നിന്റെ Jehovah മേൽ ഉദിച്ചിരിക്കുന്നു. is on you. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആരോടോ വളരെ വ്യക്തിപരമായ ഒരു ദൂത് കൂടെ ഇന്ന് രാവിലെ കൈമാറുകയാണ്. നീ എഴുന്നേൽക്കാനുള്ള ഒരു സീസൺ വന്നിരിക്കുക. Holy Spirit is conveying a message today. It is the time for you to rise up and shine. നീ എഴുന്നേൽക്കേണ്ട സീസണിൽ നീ എഴുന്നേറ്റില്ലെങ്കിൽ സ്തോത്രം നിന്റെ ഒരു സീസൺ നഷ്ടപ്പെടും. If you do not accept this call, probably you might lose this invitation today. അതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. And that's why Holy Spirit says, rise up and shine. യഹോവ നിന്റെ മേൽ ഉദിക്കും. The glory of God is on you. നിന്നിൽ കൂടെ And through you, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരും. and through you, the world, the kings of the world, everybody will be attracted to this light. അങ്ങനെയാണെങ്കിൽ നീ ജോലി ചെയ്യുന്ന മേഖലയിൽ, The place നീ where you ആയിരിക്കുന്ന work, മേഖല, നീ പഠിക്കുന്ന മേഖലകളിൽ the place where you study, മറ്റുള്ളവർ പോലും നിന്നിലുള്ള കർത്താവിനെ അവർ അനുഭവിക്കുവാൻ തുടങ്ങും. through you, they will be able to witness the light of Christ. നിന്നിലൂടെ ദൈവരാജ്യത്തിന്റെ ടേസ്റ്റ് അവർ അനുഭവിക്കും. Through you, people around will be able to witness the taste of kingdom of God. നിന്നിലൂടെ സ്വർഗീയ അനുഭവം ടേസ്റ്റ് അവർ അനുഭവിക്കുവാൻ തുടങ്ങും. Through you, people around will be able to witness the taste of the kingdom of God. നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി കണ്ട് ഇവൻ വ്യത്യസ്തനാണെന്ന് ലോകം പറയും. By looking at the power, by looking at the spirit that God has poured in you, people around will understand that yes, he is a chosen by God. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എല്ലാവരും ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. So let's all surrender കർത്താവേ, ourselves. എന്നെ ഏതൊക്കെ മേഖലകളിൽ കഴിഞ്ഞ നാളുകളിൽ ഉറക്കി കളഞ്ഞെങ്കിൽ, Let us all surrender ourselves before God and say that, Lord, if there are any point, any aspect in my life wherein I'm dead, പിശാചിനെ ഉറക്കി കളഞ്ഞ മേഖലകളോട് where I'm sleeping, if Satan has made me sleep, ഇന്ന് രാവിലെ ഞാൻ വിട പറഞ്ഞ് ആത്മാവിൽ എഴുന്നേൽക്കുവാൻ ഞാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു. today I would like to take a decision that is, I want to step out of the darkness. അവന്റെ പ്രകാശം എന്റെ മേൽ ഉദിക്കുവാൻ ഞാൻ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു പിതാവേ. Lord, let your light shine on me. അങ്ങനെ വെളിച്ചത്തിന്റെ ആ പ്രകാശമായി ഈ പട്ടണത്തിൽ നിലകൊള്ളുവാൻ സ്തോത്രം ഞാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു. I want to witness the same spirit. I want to witness the same light in me. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റാട്ടെ. So if you desire the same thing, let us stand in the presence of ചില നിമിഷങ്ങൾ God. കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Let us stand in the presence of God and let's pray. വൈഡരാജന ഹദരജരാജന റീബബ റിഗഥരാജന വൈഡരാജന റവ ശതാരി ഗന്ധരാജന ഹദര ബൗദി അംഫബ റിബാലബ ശതാരി ഗന്ധരാജന ഓ റിബിയംഫബ ശിയംഥരാജന ഹദുരി അംഥരജന ഹദുരി അംഫബ വൈഡരാജന ബൗഷ്യംഥരാജന ഹദരാജന ഹദുരി അംഫബ. സ്വർഗീയ പിതാവേ, സ്തോത്രം, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ അങ്ങയുടെ തിരുസലിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം ചുമക്കുവാൻ, അങ്ങയുടെ സാക്ഷിയായി ദേശത്ത് നിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിന്റെ പ്രകാശനം ഈ ലോകത്തിന് നൽകുവാൻ, അങ്ങേ ഈ ഭൂമിക്ക് വെളിപ്പെടുത്തുവാനാണല്ലോ ഞങ്ങളെ വിളിച്ചത്. എന്നാൽ പലപ്പോഴും ഞങ്ങൾ മൃതാവസ്ഥയിൽ, മരിച്ച അവസ്ഥയിൽ, ഉറങ്ങുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന അനുഭവങ്ങളുണ്ടെന്നാൽ ഞങ്ങളോട് ക്ഷമിക്കണം. ആത്മാവ് ഇന്ന് രാവിലെ ഞങ്ങളോട് വീണ്ടും ഇടപെടണം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ സഭയിൽ ഈ ദിവസങ്ങൾ വീണ്ടും വെളിപ്പെട്ട് ഈ ദേശത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ ഒരു ഉണർവിന്റെ വക്താക്കളായി ഞങ്ങളെ ആത്മാവി ദിവസങ്ങളിൽ രൂപപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും ദിവസം